അപ്പം 2024 നമ്മളെ വിട്ടുപോയി, നമ്മളെ ദൈവം സൂക്ഷിച്ചു. അതിനായിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് 2025 നമ്മൾ വരവേൽക്കാനായിട്ട് തുടങ്ങുന്ന ഈ സമയത്ത് നമ്മളൊരു ന്യൂ ഇയർ ഫ്രണ്ടിനെ സെലക്ട് ചെയ്യുവാണ്. അതിനുള്ള ആഘോഷ പരിപാടികളുടെ ആരംഭമാണ്. എല്ലാവർക്കും സ്വാഗതം. പൊന്നു ചേച്ചി എന്നെ വന്ന് ആദ്യം ഒന്ന് കുറി എടുത്തു. എനിക്ക് തന്നെയാണ് ഗിഫ്റ്റ് കിട്ടാൻ. അപ്പം ശരി, എന്നാൽ ഒന്ന് കൈ കൊണ്ട് വകഞ്ഞിട്ടെടുക്കുക. പറഞ്ഞെടുത്തോ. പേര് വിളിച്ചോ. അല്ല, പേര് വിളിച്ചോ. എടുത്തെടുത്ത് പോയേക്കാം. ആണോ? തിരിച്ചിട്. ചേച്ചിയെ തന്നെ കിട്ടി. പൊന്നമ്മ വർഗീസ് ഏതാണെന്ന്. അത് അടിപൊളി പരിപാടിയായിരിക്കും. 2 കുറി വരത്തില്ലല്ലോ അതിക്കാലും. പേര് പറഞ്ഞേ. കൊച്ചുമോള്. എടുത്തെടുത്ത് പോക്കോ. അങ്ങ് എല്ലാവർക്കും ഫ്രണ്ടിനെ എടുക്കാം. അമ്മയ്ക്കുണ്ട്. അമ്മയ്ക്കൊരെണ്ണം എടുത്ത് വെച്ചോ. നിക്ക്. പനി ചേച്ചി പറ. ഞാൻ എടുക്കണ്ടേ? ഒരെണ്ണം മിച്ചം വന്നേ. വിജിയുടെ. എൻ്റെയും വിജിയുടെയാണേ. അവൻ്റെ പേര് കിട്ടി ആരെങ്കിലും ഉണ്ടോ? ചേച്ചി ഇഞ്ഞിരുന്നോ. അല്ല, അത് വേണ്ട. നിങ്ങളൊന്നും ഇടണ്ട. ഇപ്രാവശ്യം തന്നെയാണെങ്കിലാണ്. പേര് മാറിയോ? എനിക്ക് പേര് മാറിക്കിട്ട്. അത് തന്നെയാണ് കിട്ടിയത്. അല്ല, അത് തന്നെ കിട്ടിയല്ലേ? അല്ലല്ലോ, കുഴപ്പമില്ല. ഇപ്പം എല്ലാവരും പേര് മാറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതൊന്ന് എൻ്റെ, ഒന്ന് വിജിയുടെയാണ്. ഇനി അവനവൻ്റെ ഫ്രണ്ടിനെ അവനവന് വന്ന് ഗിഫ്റ്റ് കൊടുക്കാം. വിജിയുടെയാണോ? വിജിയുടെ ഫ്രണ്ട്. വിജിയുടെ ഞാനങ്ങ് കൊടുത്തേക്കാവേ. വിജി അമ്മണി ചേച്ചിയല്ലേ കിട്ടിയേക്കുന്നത്? വിജിക്ക് ചേച്ചി കൊടുക്കുന്ന വിജിക്ക്. ഇത് വിജിയുടെ ഗിഫ്റ്റ് അമ്മണി ചേച്ചി കൊടുക്കാം. ഞാൻ അങ്ങോട്ട് വരണോ കയറി? അപ്പം വിജിയുടെ ന്യൂ ഇയർ ഫ്രണ്ട്. ഹാപ്പി ന്യൂ ഇയർ. അപ്പം വിജയിച്ചിയുടെ വിജിക്ക് അല്ലേ? പനു ചേച്ചി വിജിയുടെ അങ്ങ് വാങ്ങി. ചേച്ചി എപ്പോഴും ഞാൻ തന്നെ പോയാൽ ശരിയാകത്തില്ലല്ലോ. അല്ലല്ല, വിജിയോട് പറഞ്ഞേക്കണം ഹാപ്പി ന്യൂ ഇയർ. ഇങ്ങോട്ടോ. എല്ലാം ഉമ്മക്കാരാ ഇന്ന്. അടുത്ത ആള് രമയുടെ ആരാ? അത് കൊള്ളാലോ. അതാണ് അടിപൊളിയായി പോയതല്ലേ. അവരയിലൊക്കെ വിട്ട് അവര് പോകത്തില്ലെന്നുള്ളതല്ലേ. അവര് കളം വിട്ട് കളിക്കത്തില്ല. വെച്ചോളൂ. തങ്കച്ചിയമ്മ അല്ല, തങ്കച്ചിയമ്മയുടെ ഞങ്ങൾ ഏറ്റു വാങ്ങുന്നു. തങ്കച്ചിയമ്മയുടെ എന്നാ പറയേണ്ടത്? രമ കൊടുക്കൂ. കഴിഞ്ഞ ആഴ്ച കൊടുത്താൽ പോരായിരുന്നു അല്ലേ? ചിന്നു. ചിന്നു ആരാ? പേര് പറ. അന്ന് അങ്ങോട്ട് വെക്കും. ഇനി നടത്തണ്ട. കഴിഞ്ഞ പ്രാവശ്യം എനിക്കായിരുന്നു ചിന്നിനെ കിട്ടിയത്. സജിനി. സജിനി. എന്നാ കൊടുക്ക്. ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ കിട്ടിയല്ലേ? ഇനി പൊന്നു ചേച്ചി കൊടുത്തോ. ചേച്ചിയുടെ ആർക്കും കൊടുത്തേ? കൊച്ചുമോക്ക് കൊടുത്തോ? കൊടുക്ക്. പൊന്നു ചേച്ചി കൊടുക്ക്. കൊച്ചുമോക്ക് ഒന്ന് പേരൊക്കെ പറഞ്ഞു കൊടുക്ക്. ഇനി ഇരിക്കും. പൊന്നു ചേച്ചി ആർക്കാ? എന്നാ കൊടുക്ക്. നീ അമ്മണി ചേച്ചി നിൽക്കുക. ഒരാൾ ഇരുന്നിട്ട് ഇതിനൊക്കെ. ചേച്ചി ആർക്കാ? ചിന്നു.
കൊച്ചു പോകുമ്പോൾ ശരിയാകത്തില്ല, ലിഫ്റ്റിക്ക് പോകും. മിനിക്കാരെ മിനി ഈ ഗിഫ്റ്റ് ഒരാൾ പിന്നെ ആ അതെ. ഓ ഗിഫ്റ്റ് വാങ്ങിക്കാൻ ഒരു ഉത്സാഹമില്ലല്ലോ. വിജയുടെ ഗിഫ്റ്റ് വാങ്ങിച്ചാരാ? ഞാനാണ് വാങ്ങിച്ചത്. എൻ്റെ ആ നീ അമ്മയ്ക്ക് ആരെയും കിട്ടിയെന്ന് നോക്കിയേ. ആണോ? ആ വാങ്ങിച്ചോ, അമ്മയുടെ വാങ്ങിക്കോ. ആ വാങ്ങിക്കോ. ആ ഇങ്ങോട്ട് നോക്ക്. ആ വാങ്ങിച്ചോ. ആ അത്ര മതി. ആ ആ നീ രമ്യക്കാരാ? ഞാനാണോ? എനിക്ക് തോന്നിയായിരുന്നു, അതാ ഇളി കണ്ടപ്പോഴത്തേക്ക്. എന്നാ പറയുന്നു? വെല്ലം പറയാണ്ട് ധൈര്യത്തോടെ പറഞ്ഞു. ഞാൻ കട്ട് ചെയ്തിടും. ചക്കരയും ബീരയും അപ്പൊ ഇനി സെക്രട്ടറി പ്രസിഡന്റ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. അതെ അതെ, അത് കളം വിട്ട് കളിക്കും. കിട്ടാത്ത ആരാണ്? എനിക്ക് എനിക്ക് വേണ്ടേ, ഞാൻ കൊടുക്കണ്ടേ. ഗിഫ്റ്റ് പേപ്പർ കിട്ടിയില്ല, അതുകൊണ്ട് പൊട്ടിച്ചോ. അതിൻ്റെ അകത്ത് വെച്ച് പൊട്ടിച്ചോ, എന്നിട്ട് കാണിച്ചാൽ മതിയേ. അത് മതി. ആ അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയാൽ കൊള്ളത്തില്ലല്ലോ. ഒക്കെ കാണിക്കണേ. ഇല്ല, അഴിക്കനകത്തൊരു കൂടും കൂടി ഉണ്ട്. ഒരു കൈ അടിക്കുക പെണ്ണുങ്ങളെ. പൊട്ടിക്കോ. ഇങ്ങോട്ട് വരണ്ട, അവിടെ നിന്നാൽ മതി. ക്യാമറയ്ക്ക് പുറത്ത് പോകാനാണ് ഇഷ്ടം. എന്തി ഓ ഇങ്ങോട്ടൊന്ന് കാണിക്കേ. ആ ശരി. ആ സ്പീഡിൽ പൊട്ടിക്കോ. ആണോ? പരിധിക്ക് പുറത്താക്കും ഞങ്ങള്, അല്ലേ ചേച്ചി? പേപ്പറൊന്നും ഇവിടെ ചുട്ടി കൂട്ടിയിട്ടേക്കില്ല കേട്ടോ ആരും. എന്നതാ കൊച്ചുമോളെ എന്തിയാ കാണിച്ചേ? ഇത് കവർ ഇതായിട്ട് വെച്ച്. ആ എന്നും ഭാര്യ ഭർത്താവും കൂടെ ചായ കുടിച്ചോണം അതിൻ്റെ അകത്ത്. എഴുന്നേക്കാനും ബുദ്ധിമുട്ട്, അതിന് മാത്രം കനമുള്ള സാധനമാണോ? ഒത്തിരി പേര് പാത്രക്കാരുണ്ടല്ലോ അല്ലേ? ക്ലീനായി കൊടുത്തല്ലേ? ആ കഴിഞ്ഞ ആഴ്ച കണ്ട സാധനം. ആ ഓ അവർ അയൽവക്കാർ നേരത്തെ പൊട്ടിച്ച് അവരൊന്നിച്ച് പോയി വാങ്ങിച്ചാൽ തോന്നുന്നല്ലേ? തങ്കമണി ചേച്ചിയുടെ എന്നതാ? തങ്കമണി ചേച്ചിക്ക് ആരയച്ചെന്ന്? ആരയച്ചെന്ന് അല്ലേ? ആ അടിപൊളി സംഭവം. അല്ല ആ ജ്യൂസ് കുടിക്കാം. തങ്കച്ചിയമ്മയുടെ വീതമാണേ. പൊട്ടിച്ചു ചേച്ചി, തങ്കച്ചിയമ്മയ്ക്ക് കൊടുക്കാനുള്ളതാണേ. എന്നാന്ന് കാണിച്ച്. അവനെ കിട്ടിയവരൊക്കെ അവനെ ഓർത്തിരിക്കുക. ആ കപ്പ് എന്നതാ? ആ കപ്പ്. ആ സൂപ്പർ. ആ മതി. പൊട്ടിച്ചോ, മിനി പൊട്ടിച്ചോ. ഗ്ലാസ് ഗ്ലാസ് 2-3 വന്നല്ലോ. അതും കപ്പ്. ആ അതെന്താണ്? ഒരു കുറ്റബോധം പോലുള്ള പരിപാടിയായിരുന്നു. ആ മനോ ചേച്ചി ചിന്നു തന്നെല്ലാം സ്വീകരിക്കണം. ഞങ്ങളതിന് പരാതി പറഞ്ഞാൽ ഞങ്ങൾക്കും കിട്ടണ്ടേ. മനോ ചേച്ചി കാണിച്ചില്ല? മനോ ചേച്ചിയുടെ അത് കാണിച്ചു. മനോ ചേച്ചി കാണിച്ചു. എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് ഉണ്ട്, അല്ല എൻ്റെ ന്യൂ ഇയർ ഫ്രണ്ട് എനിക്ക് സന്തോഷത്തോടെ തന്ന വലിയൊരു സമ്മാനം. വലിയ നിധിയാണ് കേട്ടോ. സുധിയച്ചൻ എന്നൊക്കെ എഴുതിക്കൊണ്ട് വന്നേക്കുന്നു. ഞങ്ങൾ പൊട്ടിക്കുന്നു. കണ്ടെയ്നറാണ് ഇത്. പൊട്ടിക്കണം. ഇത് തന്നെയാ സംഭവം. പ്ലാസ്റ്റിക് കണ്ടെയ്നറാ. പൊട്ടിക്കണോ? പൊട്ടിച്ചേര്. ശരി.
അല്ലേ പോരെ ഗംഭീര സംഭവം വിജിയുടെ ആയിരുന്നോ ഈ എപ്പോഴും എഴുന്നേപ്പിക്കണം അതെ അതെ വിജിയുടെ വയസ്സും പ്രായമൊക്കെ ആയില്ലേ അതെ എഴുന്നേക്കാൻ പാടില്ല. സ്വന്തമായിട്ട് സംഭവിച്ചു പെൻഷൻ അപേക്ഷ വെക്കുന്നതായിരിക്കും ആ അടിപൊളി വിജയുടെ ക്രിസ്മസ് ഫ്രണ്ട് ന്യൂ ഇയർ ഫ്രണ്ട് കൊടുത്ത സമ്മാനമാണ് ബ്യൂട്ടിഫുൾ പ്ലേറ്റ് പോരെ പോരെ ഞാനും വിജയ സ്റ്റീൽ പാത്രം വന്നു ടിന്ന് വന്നു എനിക്കൊരു കപ്പ് കപ്പ് 2 കപ്പ് വന്നു വീഡിയോയ്ക്ക് കാണാം ആ കപ്പ് വന്നു പിന്നെ പാത്രം എല്ലാ ഇപ്രാവശ്യം നമുക്ക് സോപ്പ് ചീപ്പൊക്കെ ഒഴിവാക്കിയത് നന്നായി ഇതൊക്കെ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇനി ഇതാ കവറോടെ സൂക്ഷിച്ച് വെച്ചാൽ അടുത്ത ഗിഫ്റ്റിനും പോകാം അത് വേണ്ട വേണ്ട അയ്യോ അതൊക്കെ പറയാതെ ഇവിടെ റെഡി ആയിട്ടിരിക്കുക ഓരോരുത്തർ ഇതൊന്നും കഴിക്കുന്നതേ നീ എന്തെങ്കിലും പറയട്ടോ പറഞ്ഞു ഐഡിയ കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുന്നവരാണ് കൂടെ കപ്പുണ്ട് ന്യൂ ഇയർ ഫണ്ടിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ന്യൂ ഇയർ ഫണ്ടിനെയൊക്കെ തിരഞ്ഞെടുക്കാം അടുത്ത പ്രാവശ്യം നമുക്ക് വേറെ ഫണ്ടിനെ മാറി അല്ല കഴിഞ്ഞ പ്രാവശ്യം ഫ്രണ്ട് അല്ലേ ന്യൂ ഇയർ ഫ്രണ്ട് അല്ലേ വീട്ടിലേതല്ലല്ലോ ആ അപ്പം ന്യൂ ഇയറിന്റെ ഫ്രണ്ടിന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി അടുത്ത വർഷത്തെ തൽക്കാലം ഞങ്ങൾ ഇവിടെ അടുത്ത പരിപാടിയിലോട്ട് പോകുന്നു അടുത്ത തിന്നാൻ പോകുന്നു എന്തില്ലേ